ശബരിമല സ്വർണ്ണക്കൊള്ള SIT പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു ഈ അന്വേഷണം നടത്തുന്നതിൽ എന്നാണ് ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചു. SIT അല്ലെങ്കിൽ മറ്റാര് ഏറ്റെടുക്കണം ഈ ഭീകര സ്വർണ്ണക്കൊള്ളയെ എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഈ സ്വർണ്ണക്കൊള്ള കേസ്, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസ് അഥവാ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ തയ്യാറാണോ എന്ന് ഹൈക്കോടതി CBIയോട് ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഒരു ഹർജിയിലാണ് ഹൈക്കോടതി ഈ അന്വേഷണം നടത്തിയത്. CBI ഈ കേസ് അന്വേഷണത്തിന് തയ്യാറാകും. കാരണം കേന്ദ്ര സർക്കാർ BJP സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത ഹർജിന്മേൽ CBI അങ്ങനെ പറ്റില്ല എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്തായാലും ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ കേസ് CBIക്ക് കൈമാറുന്നതും ഹൈക്കോടതി കേരള പോലീസിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങളും കേരള പോലീസിനെ എക്കാലത്തും കേരള പോലീസിന്റെ മുകളിൽ ഒരു വലിയൊരു സ്റ്റിഗ്മ അല്ലെങ്കിൽ അത് വലിയൊരു പാപക്കറയായിട്ട് തന്നെ നിൽക്കുമെന്നും കേരള പോലീസിന്റെ മുഖം ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുമാണ് ഞാൻ കരുതുന്നത്. അവസാനം ഇത് ചെന്നു നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ തന്നെയാണ്. കാരണം പോലീസുകാര് തന്നിഷ്ടപ്രകാരമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. മുകളിൽ നിന്ന് വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അവർക്ക് ഈ നിർദ്ദേശം കൊടുക്കുന്നത് അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ. സ്വാഭാവികമായിട്ടും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കാര്യം പറഞ്ഞു. കേരള സംസ്ഥാനത്തെ 2 IPS ഉദ്യോഗസ്ഥന്മാര്, ഉന്നത IPS ഉദ്യോഗസ്ഥന്മാരാണ് SITയുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കുന്നത് എന്നൊരു സൂചനയാണ് VD സതീശൻ പറഞ്ഞു. അദ്ദേഹം അവരുടെ പേര് ഇതിൽ നിന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ പേര് വെളിപ്പെടുത്തുമെന്നും ഇവർക്കെതിരെ പേര് വെളിപ്പെടുത്തുമെന്നും വ്യക്തമായിട്ടും ഇവർക്കെതിരെ കോടതിയിലേക്ക് അദ്ദേഹം നീങ്ങുമെന്നുമുള്ള സൂചനകളാണ് അദ്ദേഹം കൊടുത്തത്. ഇതില് ഹൈക്കോടതി തന്നെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് SITക്ക് നേരെ നടത്തിയത്. ആ SIT ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന 2018 കാലഘട്ടത്തിൽ ഈ കൊള്ള നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരായിട്ടിരുന്ന ശങ്കരദാസിനെയും അതുപോലെ വിജയകുമാറിനെയും തൊടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നത് ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കർ കേരള പോലീസിന്റെ DIG ആണ് എന്നുള്ളതാണ്. അപ്പോ VD സതീശൻ പറഞ്ഞ സീനിയർ IAS ഉദ്യോഗസ്ഥൻ എന്ന 2 പേര് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഈ ഹരിശങ്കർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ന്യായമായ സംശയം നമുക്കുണ്ടാകാം. അത് ഒരു ഭാഗത്ത് നിൽക്കും. ഇനി മറ്റാരാണ് സീനിയർ IAS ഉദ്യോഗസ്ഥൻ അല്ല IPS ഉദ്യോഗസ്ഥൻ നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥൻ നമുക്ക് ഊഹിക്കാം, അത് നമുക്ക് ശരിയാകണമെന്നില്ല. പക്ഷെ എങ്കിലും അതിലേക്കാണ് എല്ലാ സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നത്. മറ്റേത് അതിലും വളരെ സീനിയറായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനായിരിക്കണം. അദ്ദേഹത്തിനും ശബരിമലയായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് വരില്ലല്ലോ. ആരാണ് ഈ വ്യക്തി? അതൊരു ചോദ്യമാണ്. തൽക്കാലം നമുക്ക് ഊഹാപോഹങ്ങളിലേക്ക് കടക്കണ്ട. പ്രതിപക്ഷ നേതാവ് ഏതായാലും 2 ദിവസത്തിനുള്ളിൽ പേര് പുറത്തുവിടുമല്ലോ, കാത്തിരിക്കാം. പക്ഷെ ഇവിടെ പുറത്തു വരുന്ന വേറെ ചില നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞു, ശബരിമലയിലെ വിഗ്രഹങ്ങൾ മോഷണം പോയിന്ന്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അനുസരിച്ച് ശബരിമല കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളാണ് പുറത്തുപോയെന്നൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരനായ ദാവൂദ് മണിയുടെ പേര് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുകയാണ്. ഈ ദാവൂദ് മണിയുടെ പേര് ഇന്നലെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള കമാൽ പാഷ അത് ഒരു മാധ്യമ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കേരള പോലീസിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ കേസിൽ ഒരു SP റാങ്കിലുള്ള ശശിധരൻ എന്ന് പറയുന്ന ഒരു പേരായ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ SITയെ
നയിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും കോടതിയുടെ വിമർശനം ഒരു SITക്ക് കേൾക്കേണ്ടി വന്നെങ്കിൽ എത്രമാത്രം രാഷ്ട്രീയ സമ്മർദ്ദം ഈ സംഘത്തിന് മേലുണ്ട്. ഈ സംഘത്തിന് ഇവിടെ മറ്റു ചില ചോദ്യങ്ങളുമുണ്ട്. ഈ ശബരിമലയിലെ കള്ളപ്പണം വെള്ളപ്പണം ആക്കിയത് ആരാണ്? അങ്ങനെ വെള്ളപ്പണം ആക്കാനുള്ള ബന്ധങ്ങളുള്ളത് ആർക്കാണ്? എന്തെങ്കിലും ബിസിനസ്, വലിയ ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുള്ള ഒരാൾക്കേ ആ കള്ളപ്പണം വെള്ളപ്പണമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ശങ്കരദാസിന്റെ പേര് അവിടെ ഉയർന്നു വരും. ഈ പണ്ട് നമ്മൾ ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നല്ലോ, മമ്മൂട്ടി അഭിനയിച്ച് അഴകിയ രാവണൻ എന്ന്. അഴകിയ രാവണനിലെ ഒരു കഥാപാത്രമുണ്ട് ശങ്കർദാസ്. ബോംബെയിൽ നിന്ന് വലിയ പണക്കാരനായിട്ട് കുട്ടനാട്ടിൽ വന്ന് വലിയ പിന്നെ വില്ലത്തരമൊക്കെ കാണിക്കുന്നു. ഈ ശങ്കർദാസ് എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആ മുഖമാണ് ഓർമ്മ വരുന്നത്. ശങ്കർദാസ് ഇപ്പം തന്റെ പേര് ഇതിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കി, ഈ 3 പേരടങ്ങുന്ന ദേവസ്വം ബോർഡ് ഇത് ചെയ്തെങ്കിൽ ശങ്കർദാസിന് ഇതിൽ ഒരു മനസ്സറിവും ഇല്ലെന്ന് വിശ്വസിക്കാൻ സാമാന്യ ജനത്തിന്, അതായത് നമുക്ക് പൊതുവിടത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തെളിയിക്കണം സ്വാഭാവികമായിട്ട്. ഇവിടെ ഹൈക്കോടതി പോലും ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പിന്നെ സാമാന്യ ജനത്തിന് എന്താണ് സാമാന്യ ജനം ചെയ്യേണ്ടത്? ഇതിൽ പിന്നെ സീസറുടെ ഭാര്യ കുറ്റവിമുക്ത പിന്നെ ആരോപണ അതീതയായിരിക്കണം എന്നാണ് ഈ രാഷ്ട്രീയം എപ്പോഴും പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ആപ്തവാക്യം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മര്യാദ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമൻ സീതയ്ക്കെതിരെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്ക് തന്നെ അതിൽ സത്യമോ കള്ളവോ എന്നും നോക്കാതെ സീതയെ ഉപേക്ഷിച്ചു. അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്രത്തോളം സത്യസന്ധമാകണമെന്ന് കിഴക്കൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഒരുപോലെ ചരിത്രാതീത കാലം മുതൽ നിലനിൽക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളെ എല്ലാം അട്ടിമറിച്ചിട്ടാണ് കേരളത്തിൽ ഇന്ന് ഭരണം നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പിന്നെ കേരള പോലീസ് ഇപ്പം നിങ്ങൾക്കറിയാം, പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന അരൂർ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ഉയർന്നു വരുന്ന അതിഭീകരമായ ആരോപണങ്ങൾ എറണാകുളത്ത്, അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഹോട്ടൽ ഉടമസ്ഥനെ കൊള്ളയടിച്ചത്, അതുപോലെ വേറൊരു സബ് ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണെന്നോ, സബ് ഇൻസ്പെക്ടർ അല്ല SHO, വേറൊരു SHO ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്തു, മസാജ് സെന്ററിൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഈ വരുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ ഈ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അവരുടെ പിന്നെ മിസ്ഗൈഡിങ്, അതായത് അവരാണ് ഇത്തരം ഈ അഴിമതിക്കാരും പിന്നെ കള്ളന്മാരുമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ച് പോലീസ് സേനയ്ക്ക് തന്നെ ആകെ അപമാനമുണ്ടാക്കി. നാളെ പോലീസ് സേനയ്ക്കെതിരെ നിരവധി ഇതുപോലെ പരാമർശങ്ങൾ കോടതിയിൽ ഉണ്ടായാൽ ഈ പോലീസ് എടുക്കുന്ന എത്ര കേസ് കോടതി പ്രതികളെ ശിക്ഷിക്കും? കാരണം ഇപ്പൊ കോടതി പറയുന്നത്, കോടതി തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്, പോലീസിന്റെ അന്വേഷണങ്ങൾ ശരിയായ രീതിയിലല്ലെന്നും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പണ്ടൊക്കെ വല്ല ഏടുമാരോ പിന്നെ അതുപോലെ റൈറ്റർമാരും ഒക്കെ കൈക്കൂലി വാങ്ങിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ഇവിടെ SI-മാരോ സർക്കിളുമാരോ, SI സർക്കിൾ തൊട്ട് അങ്ങ് DIG, IG, അഡീഷണൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ വരെ ഇത്തരം ആരോപണങ്ങൾ വരികയാണ്. അതായത് അടിമുടി സംവിധാനം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും രാഷ്ട്രീയ പക്ഷപാതത്തിൻ്റെയും ഒക്കെ പിടിയിലായിരിക്കുകയാണെന്നാണ് ഈ പിന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിന്നും കോടതികളുടെ നിരീക്ഷണങ്ങൾ. താഴെ കോടതി, കീഴ്ക്കോടതികളല്ല നിരീക്ഷണം നടത്തിയത്, സാക്ഷാൽ കേരള ഹൈക്കോടതിയാണ്. അതീവ ഗൗരവമുള്ള ഒരു നിരീക്ഷണമാണ്. സത്യം പറഞ്ഞാൽ ദേവസ്വം മന്ത്രി രാജിവെക്കേണ്ട നിരീക്ഷണമാണ് നടത്തിയത്. കാരണം കോടതി നിയോഗിച്ച ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവര് സ്വാധീനത്തിന് വിധേയമാണോ എന്ന് കോടതി സംശയം പ്രകടിപ്പിക്കുമ്പോൾ ചുമതലയുള്ള പിന്നെ മന്ത്രിക്ക് അവിടെ ഇരിക്കാൻ പറ്റും, ചുമതലയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഇതൊന്നും ആരും ചോദിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ CPM-ൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഭാഗ്യം, പോലീസ് സേനയുടെയും ഭാഗ്യം എന്ന് ഞാൻ പറയും. നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്ന, സ്റ്റേഷനിലോ അല്ലെങ്കിൽ വെറുതെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ പോലും മർദ്ദിച്ച് അവശരാക്കുന്ന പോലീസ്. ഇനി ഇവരെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? എന്തോ നമുക്ക് വെള്ളരിക്കാപ്പട്ടണമെന്നൊന്നും പറഞ്ഞാൽ അതൊരു ചെറിയ പ്രയോഗമായിരിക്കും. എന്തായാലും ശബരിമല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ശബരിമലയ്ക്ക് നേരെയുള്ള ആക്രമണം നിൽക്കുന്നില്ല.
1950കളിൽ ക്ഷേത്രം തീവച്ച ഒരു സംഘം ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു കാലഘട്ടത്തിൽ നിന്നും തുടങ്ങി ഇന്ന് രാഷ്ട്രീയ നേതൃത്വം വരെ ആരുടെ പിണിയാളുകളാണ്, ആർക്ക് വേണ്ടിയാണ് ഈ ശബരിമല ക്ഷേത്രത്തെ ആക്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് 1950കളിൽ ക്ഷേത്രം ആക്രമിച്ചത് ആരാണെന്നുള്ള വിശദാംശങ്ങൾ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടാതിരുന്നത്, അന്ന് ക്ഷേത്രത്തെ പൂർണ്ണമായിട്ടും തീവച്ച് നശിപ്പിച്ചത് ആര്, അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് കൃത്യമായിട്ട്, അത്തരം പ്രവൃത്തികൾ എന്തുകൊണ്ടാണ് പിന്നെ കാലാകാലങ്ങളിൽ ശബരിമലയ്ക്കെതിരെ ഉണ്ടാകുന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തുന്നത്? കേരളത്തിലെ സർക്കാരും ഇതിൽ ഭാഗവാക്കാണോ? എനിക്ക് പറയാനുള്ളത് ദക്ഷിണേന്ത്യയെ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ഏതോ ഒരു ഗൂഢശക്തിയുടെ പ്രവൃത്തിയുടെ ഫലമല്ലേ ഇതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഈ 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും 4 അല്ല 5 ഇപ്പോഴും ആ 5 സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ വരുന്ന, കേരളത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇപ്പൊ തെലുങ്കാനയോ പിന്നെ ആന്ധ്രയോ അപേക്ഷിച്ച് കുറവാണ് കേരളത്തിൽ നിന്നുള്ള ഭക്തർ. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ചില ഗൂഢശക്തികൾക്ക് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല ക്ഷേത്രം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ശബരിമലയിലേക്ക് പോകാൻ എല്ലാ വർഷവും 1 മാസം അവർ വ്രതമെടുക്കുകയും മാലയിടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ പല ശക്തികൾക്കും ഈ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കാതെ പോകുന്നത് ശബരിമല എന്നൊരു മല ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ആ മല തന്നെ ഇടിച്ചു നിരത്താനും ആ ക്ഷേത്രത്തിന്റെ പവിത്രതയെ തകർക്കാനും ആരാണ് ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും അവർ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. CBI അന്വേഷണം ഒരുപക്ഷെ ഇത്തരം സത്യങ്ങളിലേക്ക് വെളിച്ചം വീശാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ BJPയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം കേന്ദ്രത്തിലെ ഇപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒന്നും നേരിട്ടതൊന്നും അറിയില്ല. ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സ്വാധീനിച്ച് തൽപര കക്ഷികൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ എന്തായാലും CBI തമ്മിൽ ഭേദമായിരിക്കും എന്ന് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. വരും ദിവസങ്ങളിൽ അതിന്റെ സത്യം തെളിയട്ടെ. ഈ സ്വർണത്തിന്റെ പൂശ് മാറ്റിയിട്ട് ചെമ്പ് തെളിയുന്ന ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.